അതുപോലെ തന്നെ ബിന്ദു അമ്മിണിയുടെ പേരും ശബരിമലയുടെ പേരും ബീഫ്, രഹന, ഫാത്തിമ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് ബോധപൂർവമായിട്ട് സമൂഹത്തിൽ അക്രമവും ഒക്കെ തന്നെ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ പദവിക്ക് യോജിച്ചതല്ല. ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP ചില പ്രസ്താവന വന്നിരുന്നു. അതായത് ബിന്ദു അമ്മിണി, കനകദുർഗ, രഹന, ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ശബരിമലയിലേക്ക് എത്തിച്ചത് ബോധപൂർവമാണ്, പൊറോട്ടയും ബീഫും എല്ലാം വാങ്ങി നൽകി പോലീസാണ് അവരെ എത്തിച്ചതെന്നായിരുന്നു ആ പരാമർശത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം അഭിഭാഷകയും ദളിത് ആക്ടിവിസ്റ്റുമായ ബിന്ദു അമ്മിണി ചേരുന്നുണ്ട്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷേ സമൂഹത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളൊരു MP ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾക്ക് ജനങ്ങളോടോ ഭരണഘടനയോടോ അയാൾ മെമ്പറായിട്ടുള്ള ഹൗസിനോടോ യാതൊരു വിധമായ ഉത്തരവാദിത്വമില്ല. അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിന്ദു അമ്മിണിയുടെ പേരും ശബരിമലയുടെ പേരും ബീഫ്, രഹന, ഫാത്തിമ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് ബോധപൂർവമായിട്ട് സമൂഹത്തിൽ അക്രമവും ഒക്കെ തന്നെ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ പദവിക്ക് യോജിച്ചതല്ല. ഈ പോലീസ് നിങ്ങളെ കരുതിക്കൂട്ടി കൊണ്ടുപോയതാണ്, സ്ഥലത്തേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. പോലീസ് നിങ്ങളെ ബോധപൂർവം കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ പോലീസ് ഞങ്ങളെ ബോധപൂർവം കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്ത് യാതൊരു വാസ്തവുമില്ല. ശബരിമലയെക്കുറിച്ചുള്ള അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശം സ്ഥാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. ആ വിധി പ്രഖ്യാപനം അനുസരിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിന് കീഴിലുള്ള ഏജൻസീസ് എല്ലാം തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഏജൻസിയും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഞങ്ങൾക്ക് സംരക്ഷണം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തരേണ്ടതാണ്. എന്നെപ്പോലുള്ള എല്ലാ ആളുകൾക്ക് തരേണ്ട, ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അത് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഹൗസിൽ പരാതി നൽകുന്നതാണ്, സ്പീക്കർക്ക് പരാതി നൽകുന്നതാണ്, അതുപോലെ തന്നെ പോലീസ് കംപ്ലയിൻറ്റ് നൽകുന്നതാണ്. താങ്ക് യു. ശരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ബിന്ദു അമ്മിണിയുടെ തീരുമാനം.